ലെറ്റ്സ് ഗോ ഫോർ ഷോപ്പിംഗ്. മന്ത്ലി ഷോപ്പിംഗ്, മാസപ്പടി ഷോപ്പിംഗ്. മാസപ്പടി ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം അങ്ങോട്ടല്ല പോയത്. ഇത് അടിക്കാൻ കൊടുത്തിട്ട് വരാം. അപ്പം എൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻറ്റ് പ്രമാണിച്ച് ഞാനൊരു ധാവണി എടുത്തിട്ടുണ്ട്. ആദ്യം അത് അടിക്കാൻ കൊടുക്കാൻ പോയി. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങളുടെ ഒരു സ്ഥിരം കടയുണ്ട് ഇലക്ട്രോണിക് സിറ്റിയിൽ, വില്ലേജ് ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയത്. ഭയങ്കരമായിട്ട് വീട്ടിൽ എന്തൊക്കെ ഇല്ലയെന്നൊക്കെ നോക്കി അതൊക്കെ മേടിക്കണം എന്നൊക്കെ ഓർത്ത് ഞാൻ പോവും. പക്ഷേ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഞാൻ 1-2 സാധനങ്ങളൊക്കെ മറക്കും, അത് ഉറപ്പാണ്. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നോക്കുന്നതും ഞങ്ങളുടെ ഒരു ഇതാണ്. ഇതെന്താ അറിയോ, ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് വരും. എന്താന്ന് എനിക്കും അറിയില്ല. ഏരിയ കണ്ടു കഴിഞ്ഞാൽ നാഗവല്ലി ഓണാവും. എവിടെ ചെന്നാലും കമ്മല് നോക്കുക. കമ്മല്, മാല, ക്ലിപ്പ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവളിൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണ നാഗവല്ലി പുറത്ത് വരും. എന്നാ മോളിക്ക് പോവാതിരിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മോളിക്ക് പോയി കഴിഞ്ഞാൽ പെട്ട്. രേഷ്യേട്ടൻ മിക്കവാറും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയാൽ എന്നെ അധികം മൈൻഡ് ചെയ്യാറില്ല. കാരണം മൈൻഡ് ചെയ്താൽ ഞാൻ എന്തെങ്കിലും വാങ്ങിത്തരാൻ പറയുമെന്ന് അങ്ങേർക്ക് അറിയാം. ഇതൊക്കെ എന്തിനാ? ഇത് അംബാസഡർ കാർ ഇതൊക്കെ കണ്ടോ? ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഞങ്ങൾക്ക്, പക്ഷെ ഞങ്ങൾ നോക്കും. ഇതെന്താ അറിയോ, കാലഡോസ്കോപ്പ് അങ്ങനെ എന്തോ ഒരു സാധനം. അപ്പോൾ വാങ്ങണമെന്ന് തോന്നുന്ന സാധനങ്ങൾ വെറുതെ വെച്ച് നോക്കി ഒന്ന് പുളകം കൊണ്ടതിന് ശേഷം ശരിക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയി. ഈ സാധനങ്ങളൊക്കെ ഈ തപ്പി കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് കേട്ടോ. നമ്മൾ മുളക് പൊടി അന്വേഷിക്കുമ്പോൾ കാണില്ല, മല്ലിപ്പൊടി അന്വേഷിക്കുമ്പോൾ കാണില്ല, അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് തീറ്റ സാധനങ്ങളുടെ സെക്ഷൻ കൂടെയൊക്കെ ഒന്ന് പോയി. പിന്നെ ഹലോവിൻ വീക്കായിരുന്നു, അതുകൊണ്ട് ഇങ്ങനത്തെ ഹലോവിൻ സാധനങ്ങളൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങളുടെ പേർച്ചേസൊക്കെ കഴിഞ്ഞു. 1-2 ഐറ്റം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മിസ് ചെയ്തു. അങ്ങനെ എല്ലാം മേടിച്ച് ഞങ്ങൾ പോന്നു. അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഈ കുഞ്ഞ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.